ഹലോ മുത്തുമണികളെ, എന്തൊക്കെ പാട് സുഖല്ലേ? അപ്പോൾ ഇന്നലെ എൻ്റെ വീഡിയോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നൊരു എന്തായാലും വീഡിയോ ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ പറയാനുള്ളത് വെച്ചാൽ ഇന്നലെ അതായത് നവംബർ 1 നമ്മുടെ കേരളം പിറന്ന ദിനമായിരുന്നു. അതായത് നമ്മുടെ കേരളപ്പിറവി ദിനമായിരുന്നു. ഈ ദിനത്തിൽ നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് കേരള സർക്കാർ സംഘടിപ്പിച്ച ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും കേരളപ്പിറവി ആഘോഷം കൂടി ഇന്നലെ ഉണ്ടായിരുന്നു. അതിൽ മുഖ്യ അതിഥിയായി നമ്മുടെ മമ്മൂക്കയാണ് അവർ ക്ഷണിച്ചത്. നമുക്കറിയാം, 5-8 മാസമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് പൊതുവേദികളിൽ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, എല്ലാ പൊതുവേദികളിലും എന്ത് സംബന്ധമായ പരിപാടികളാണ് അദ്ദേഹത്തെ ആദ്യം ക്ഷണിച്ച് അദ്ദേഹത്തിന്റെ 2 വാക്കുകളില്ലാത്ത ഒരു പൊതുപരിപാടികളും സാധാരണ നിലക്ക് ഉണ്ടാവാറില്ല. അത് ഇന്നലെയാണ് അദ്ദേഹം ഒരു പൊതുവേദിയിൽ അദ്ദേഹം സംസാരിക്കാനായിട്ട് വന്നത്. അത് നമ്മുടെ കേരളപ്പിറവി ദിനത്തിലായിരുന്നു. അതുകൊണ്ട് വളരെ സന്തോഷമുള്ള കാര്യം. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു. കാരണം എന്നെക്കാൾ ചെറുപ്പമാണ് നമ്മുടെ കേരളത്തിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ കേരളം എത്ര ചെറുപ്പമാണെന്ന് എന്നുള്ളത്. അങ്ങനെ നല്ല നല്ല വരികൾ അദ്ദേഹം പറയുകയുണ്ടായി. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ വികസനം എന്ന് പറയുന്നുണ്ട്. നമുക്ക് വികസനം വേണ്ടത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ വേണം. എന്നാലും നമുക്ക് ആദ്യപടി എന്ന നിലയ്ക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാം ദാരിദ്ര്യം, വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളൊരു മനുഷ്യന്, ഞാനായാലും നിങ്ങളായാലും ആര് തന്നെയായാലും, ഒരു മനുഷ്യന് വിശപ്പാണ് അവന്റെ ഏറ്റവും വലിയ ഒരു കാര്യം. ആ വിശപ്പകറ്റിയാലേ ഉള്ളൂ അവന്റെ മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരു സമാധാനവും കുളിരും ഉണ്ടാവുള്ളൂ. ഒരു ചെറു ഗ്ലാസ്സിൽ തുള്ളി വെള്ളം കുടിച്ചാൽ പോലും അവനൊരു സന്തോഷം ഉണ്ടാവും, എന്റെ ദാഹം അകറ്റിയല്ലോ എന്നുള്ള. അതേപോലെ തന്നെയാണ് നമ്മുടെ വിശപ്പ് അകറ്റുമ്പോഴാണ്, മറ്റൊരാളുടെ വിശപ്പ് അകറ്റുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും എത്രയോ ഒരുപാട് മുന്നിലെത്തുന്നത്. നമ്മൾ ഒരാൾക്കൊരു ക്യാഷ് കൊടുത്താല് അവന് അത് ചിലപ്പോൾ അത് തൃപ്തിയാവില്ല. അവൻ പിന്നെയും ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരാൾക്ക് നമ്മളൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്താല് അവന്റെ വയറ് നിറഞ്ഞ അവൻ പറയും, മതി, എന്റെ വയറ് നിറഞ്ഞു. ഒരിക്കലും ഒരു പണമോ സ്വർണമോ മറ്റെന്തെങ്കിലുമായ ആഡംബരങ്ങൾ കൊടുത്താലും അവൻ ഒരിക്കലും പറയില്ല എന്റെ ആഗ്രഹം തീർന്നു, അല്ല എന്റെ ആശ തീർന്നു എന്ന് ഒരിക്കലും അവൻ പറയില്ല. അവൻ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഭക്ഷണം കൊടുത്താൽ അവന്റെ വയറ് നിറഞ്ഞു എന്ന്. എന്ത് നല്ല ഫുഡ് കൊടുത്താലും, ബിരിയാണി ആയാലും സാദാ ചോറായാലും എന്ത് വില മതിക്കുന്ന ഫുഡായാൽ കൂടി അവൻ പറയാ, വയറ് നിറഞ്ഞാൽ എനിക്ക് മതി കേട്ടോ, എന്റെ വയറ് നിറഞ്ഞു. അതാണ് ഭക്ഷണം. ഭക്ഷണത്തിന് അത്രത്തോളം പ്രാധാന്യം എല്ലാ മതങ്ങളിലും എല്ലാ വിഭാഗത്തിലൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കിട്ടാത്ത ഒരുപാട് ജനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് പറഞ്ഞു, ഇതുകൊണ്ടൊന്നും ദാരിദ്ര്യം ഇല്ലാതായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കണ്ട് അതിനൊക്കെ നികത്തിയിട്ട് നമ്മളും അവരെ നമ്മളെ നമ്മളെ തോളോട് ചേർക്കണം. അദ്ദേഹത്തിന്റെ വരികളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. കാരണം ഒരു പൊതുവേദിയിൽ എങ്ങനെ ഒരു സംസാരിക്കണം എന്നുള്ളത് അദ്ദേഹത്തെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പല ആളുകളും സംസാരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക ഒരു അറിവ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇന്നലെ ഇടറിയതായിരിക്കണം. കാരണം അദ്ദേഹം അത് പറയുമ്പോൾ നമ്മൾ വിശപ്പാണ് നമ്മൾ ആദ്യം അകറ്റേണ്ടത് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണ് നിറയും. കാരണം അദ്ദേഹം ഒരു ഫുഡൊക്കെ വളരെ പരിമിതമായി കൺട്രോളിലാണ്. അദ്ദേഹത്തിന് ശരീരം സൂക്ഷിക്കുന്നതുകൊണ്ട് കൺട്രോളിലാണ്. പക്ഷെ അദ്ദേഹത്തിന് അപ്പോഴറിയാം, അദ്ദേഹത്തിന് വിശപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ശരീരം നോക്കാൻ വേണ്ടി, ആരോഗ്യം നോക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് നല്ല ഭക്ഷണം അദ്ദേഹം കൺട്രോൾ ചെയ്തിട്ടാണ് ഉപയോഗിക്കല്. പക്ഷെ അതൊന്നും കിട്ടാത്ത, ഒരു തുള്ളി പച്ചവെള്ളം പോലും കിട്ടാത്ത ഒരുപാട് ജനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ അദ്ദേഹം ഓർത്തിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുന്നൊരു തുള്ളി കണ്ണീര് ഒറ്റി കണ്ടു. ഭയങ്കര സന്തോഷം. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൽ നിന്നൊക്കെ അങ്ങനെയുള്ളൊരു വാക്കുകളും പ്രവർത്തികളും ഉണ്ടാവും. നമുക്കൊക്കെ എന്തെല്ലാം ചെയ്യാന്നുള്ളത് നമ്മളൊരാള് ഭക്ഷണം കിട്ടാതെ വരുമ്പോ നമ്മൾ ആരാണോ എന്താണെന്ന് നോക്കാതെ അവന് എന്താ വേണ്ടത് എന്നുള്ളത് ആദ്യം അവന്റെ വയറ് നിറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ
നമുക്ക് അതിനേക്കാൾ വലിയൊരു മഹത്വം വേറെ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഭക്ഷണമാണ് എല്ലാം. എല്ലാം എന്ന് ആര് പറയുന്നു? പണവും ഭക്ഷണവും ഒക്കെ പണം വേണം. പക്ഷെ അവനവന്റെ വയറ് നിറക്കാനൊരു സംഭവം ഇല്ലെങ്കിൽ എന്ത് പണം ഉണ്ടായിട്ട് എന്ത് കാര്യം? അപ്പൊ ആദ്യം മറ്റുള്ളവന്റെ വയറ് നിറക്കാൻ നോക്കുക, അവന്റെ വിശപ്പകറ്റാൻ നോക്കുക. പിന്നെ അതിൽ വേറൊരു കാര്യമുണ്ട്. ഒരു കുട്ടി അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് ഒരു ഫ്ലവർ ആയിട്ട് വരുമ്പോൾ ആ കുട്ടി അങ്ങനെ അന്തം വിട്ട് നിൽക്കുക. കാരണം ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കുക, ആ കുട്ടിക്ക് അറിയാം. പക്ഷെ എന്നാലും ആ കുട്ടിക്ക് ഒരു പേടി, എന്തെങ്കിലും ഞാനിവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും പറയുമെന്നൊക്കെ ഒരു പേടിയുണ്ട് കുട്ടിക്ക്, കുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ. പക്ഷെ ഇങ്ങനെ കുട്ടി പോകാൻ നിൽക്കുമ്പോൾ കുട്ടി ഇങ്ങനെ തോളത്ത് തട്ടി ഇങ്ങനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ മടിയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ നമുക്കെന്താ അറിയോ ഭയങ്കര. കാരണം അദ്ദേഹമൊക്കെ എവിടെയോ കിടക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് ചെറിയ കൊച്ചു കുട്ടികളുടെ മനസ്സാന്നുള്ളത് നമുക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ പഠിക്കേണ്ട കാര്യം. ഞാൻ ഇതിനു മുമ്പൊക്കെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ വേറൊരു താരം വേറെ രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തെ, അത് മമ്മൂക്കയെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഒരു ഇന്നലത്തെ ഒരു സംഭവത്തോടെ മനസ്സിലാക്കി. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ കൂടി ഇന്നലത്തെ ഒരു കാര്യത്തിലൂടെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യും. ഓക്കെ.